തെസ്സലോനിക്കക്കാർക്ക് രണ്ടാമത്തെ കത്തെഴുതുമ്പോൾ പൗലോസ്ലീഹ പറയുന്നില്ലേ, 3 വാക്യം, 2 തെസ്സലോനിക്കർ 3:3 കർത്താവ് വിശ്വസ്തനാണ്. നമ്മൾ ചിലപ്പോൾ പറ്റിച്ച് നമ്മൾ ഇങ്ങനെ ഈശോയൊക്കെ ചോദ്യം ചെയ്തേക്കാം, ഈശോയെ വിശ്വസിക്കാതിരിക്കാം. പക്ഷെ കർത്താവ് വിശ്വസ്തനാണ്. വിശ്വസ്തനായ കർത്താവ് എന്നാ ചെയ്യുന്ന അറിയോ? അവൻ നിന്നെ ശക്തിപ്പെടുത്തുകയും നിന്നെ സഹായിക്കുകയും ചെയ്യുമെന്ന് പൗലോസ്ലീഹ പറയാണ്. അതുകൊണ്ട് മറ്റൊന്നിലേക്ക് ആശ്രയത്തിന് പോകണ്ട, മറ്റൊരു സഹായത്തിന് ഓടാൻ പോകണ്ട. ശക്തനായ സഹായിക്കുന്ന ഈ ഒരു ആഹ്വാനം നിനക്ക് തരുന്ന എന്റെ ജനത്തിന്റെ മുമ്പിൽ നിന്ന്, എന്റെ കുഞ്ഞിന്റെ മുമ്പിൽ നിന്ന് പ്രതിസന്ധികളെ മാറ്റിയെടുക്കുവിനെന്ന് ആഹ്വാനം മുഴക്കുന്ന കർത്താവിന്റെ സ്വരം മാത്രം കേട്ടാൽ മതി. മറ്റൊരു സ്വരത്തിലേക്കും നമ്മൾ പോകണ്ട. യോഹന്നാൻ 10:10 നമ്മളിങ്ങനെ വായിക്കുന്നില്ലേ, കള്ളൻ വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ്. അങ്ങനെ കുറേയൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു. നമുക്ക് ഈശോയ്ക്ക് കൈ കൊടുക്കാം. ഈശോയ്ക്ക് കൈ കൊടുത്താൽ അവൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനും, ഈശോയുടെ അനുഗ്രഹത്തിൽ കർത്താവിനെ മാത്രം മുറുകെ പിടിച്ച് കർത്താവിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുക. എല്ലാ പ്രതിസന്ധികളും നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയാൻ നിനക്ക് ശക്തനായ ദൈവം സഹായമായിട്ട് സ്നേഹമായിട്ട് കൂടിയുണ്ട്. ആ ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.